ഇതെന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ജ്യോതി. ശരിക്കും ആ വസുന്ധര ചതിച്ചു തന്നെ ആയിരിക്കോ? എനിക്കറിയില്ല. എന്തായാലും നമ്മൾ തോറ്റു. എന്റെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തോൽവി ആയിപ്പോയത്. എന്താ സംഭവിച്ചെന്ന് എനിക്ക് കൃത്യമായിട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. നീ കാറിക്കറ്. ഇനി എന്താ വേണ്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം. ഹലോ, എത്ര തലപുകഞ്ഞ് ആലോചിച്ചിട്ടും തോറ്റത് എങ്ങനെയാണെന്നുള്ള കാര്യത്തില് ഒരു രൂപവും കിട്ടുന്നില്ല അല്ലേ? വെറുതെ തല പുകച്ചിട്ട് കാര്യമില്ല CKC. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് അല്പമെങ്കിലും ആൾതാമസം വേണമല്ലോ. എന്താടി, ജയിച്ചു എന്നതിന്റെ പേരിൽ അഹങ്കരിക്കുവാണോ? ഞാൻ അഹങ്കരിക്കുകയാണെന്ന് തന്നെ കരുതിക്കോളൂ. കാരണം ഇപ്പൊ എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. ടെൻഡർ നഷ്ടപ്പെട്ട വേറെ പല ബിസിനസ്മാൻമാരും ഇവിടെയുണ്ട്. അവരുടെ ആരുടെയും മുന്നിലേക്ക് ഞാൻ പോയില്ലല്ലോ. എന്തുകൊണ്ടാ? എന്റെ ഈ അഹങ്കാരം കാണാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. വലിയ ബിസിനസ് പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരല്ലേ നിങ്ങള്? എങ്ങനെയാണ് ഞാൻ ജയിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതും വെറും 1000 രൂപ വ്യത്യാസത്തില്. ഇപ്പൊ മനസ്സിലായില്ലേ? ചില കളികളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങി കളിച്ചാലും ജയിക്കുമെന്ന്. നല്ല വൃത്തിയായിട്ട് കളി പറഞ്ഞു തരാൻ ഗാലറിയിലെ തലച്ചോറുള്ളവരുണ്ടായാൽ മാത്രം മതി. നിങ്ങൾക്കൊന്നും ഈ ജന്മം ഗൗതമിനെ തോൽപ്പിക്കാനാവില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഗൗതം ജയിക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ അല്ലാത്തതുകൊണ്ട്. സ്വന്തം കാലിബർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഗൗതം വിജയിക്കുന്നത്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാ വിജയിക്കുന്നത്. ആ ഗൗതമിനെ തോൽപ്പിക്കാൻ CKCയുടെയും ജ്യോതിർമയുടെയും ഈ ആയുസ് മതിയാവില്ല. കാരണം പരസ്പരം കുബുദ്ധികൾ മാത്രം ഉപദേശിക്കുന്ന ഗജ ഫ്രോഡുകളല്ലേ രണ്ടും. ഇന്നിനി ജ്യോതിർമയ്ക്ക് നാവ് ഉയർത്താൻ അവകാശമില്ല. അങ്ങ് അടങ്ങ്. നിങ്ങൾ പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നതും അതിന്റെ പേരിൽ ഗൗതമിനെ ജയിലിൽ അടപ്പിച്ചതും ഈ ടെൻഡർ നേടാനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇതിൽ തോൽപ്പിക്കണമെന്നുള്ളത് എന്റെ വാശിയായിരുന്നു. കഴിഞ്ഞിട്ടില്ല CKC, ഇതൊരു തുടക്കമാ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ടെൻഡറുകളിലും CKC പരാജയത്തിന്റെ കയ്പ് നീർ കുടിക്കും. അവിടം കൊണ്ടും അവസാനിക്കില്ല ഒന്നും. ഈ നിൽക്കുന്ന നിങ്ങളുടെ ബിസിനസ്സുകാരിയായ ഭാര്യയില്ലേ, അവര് തന്നെ നിങ്ങളെ തള്ളി പറയും, ചവിട്ടി പുറത്താക്കും. CK ചന്ദ്രബോസ് എന്ന പ്രസ്ഥാനം തന്നെ അവസാനിപ്പിക്കും. അതെ, ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്കൊരു മനസമാധാനം കിട്ടില്ല. അകത്തൊരുപാട് ജോലി ബാക്കിയുണ്ട്. പോട്ടെ, നമുക്ക് അടുത്ത ടെൻഡറിന് കാണാം. ബൈ. എന്തിനാ ജ്യോതി ഇങ്ങനെ നോക്കിയേക്കുന്നത്? വന്ന് വണ്ടി കയറ്. എന്റെ സമയം തീരെ ശരിയല്ല. നിധി വരുമ്പോ ഇവിടെ ഉണ്ടായ ആകെ നാണക്കേടാ. അവള് വരുന്നതിന് മുൻപേ മുങ്ങണം. പാതിരാത്രിയായിട്ടേ തിരിച്ചു വരാവൂ. ഏട്ടത്തിയും ഇവിടെ എങ്ങുമില്ല. പോയേക്കാം. വസു, ഞാൻ നിധി വരുമ്പോ ഒഴിയാനുള്ള ആരതിയൊക്കെ റെഡിയാക്കുകയായിരുന്നു. അല്ല വസു, ടെൻഡർ സ്ഥലത്ത് നിന്ന് വിവരം വല്ലതും അറിഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞില്ല. ഞാനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോന്നെ? നിധി ജയിക്കും വസു, എനിക്ക് ഉറപ്പുണ്ട്. ദേ, നീ എങ്ങോട്ടും പോയി കളയല്ലേ. അവള് വരുമ്പോ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ നീ ഉണ്ടാവണം കൂടെ. എനിക്ക് ബാങ്ക് വരെ അത്യാവശ്യമായിട്ടൊന്ന് പോണമായിരുന്നു. ദേ, നിധി വന്നെന്നും തോന്നുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പോകാം വസു. വാ. ചെന്നില്ലെങ്കിൽ അത് പിന്നെ സംശയമാവുമല്ലോ. അമ്മേ, നമ്മൾ ജയിച്ചമ്മേ. മോളെ, ആ ടെൻഡർ ഈശ്വരമംഗലം ഗ്രൂപ്പ് നേടി.
ആരതിത്തട്ടൊക്കെ ഒരുക്കി വെച്ചെങ്കിലും ഓ, ഈ നിമിഷം വരെ എന്റെ നെഞ്ചു കിടന്ന് ഇടിക്കുകയായിരുന്നു. ഇപ്പോഴാ ഒരു സമാധാനായത്. ഭഗവാനെ, ഒരുപാട് നന്ദിയുണ്ട്.